ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ റെഡി ആയിട്ട് എവിടേക്കാണ് പോകണമെന്നല്ലേ? നമ്മൾ എറണാകുളം വരെ പോവാണ് കേട്ടോ. നമ്മൾക്ക് ഇന്ന് യൂട്യൂബിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്, ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇല്ലെച്ചാൽ നമ്മളിങ്ങനെ മീറ്റപ്പിനൊക്കെ പോകുമ്പോൾ അത് ഓരോ ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് യൂട്യൂബിൻ്റെ തന്നെയാണ്. അപ്പോൾ എന്തായാലും മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും പോവാണ്. ഞാനും ഉണ്ണിയും കൂടെ പോണത്. എന്നത്തെയും പോലെ നമ്മുടെ വാക്കുട്ടി വരുന്നില്ല. വാക്കുട്ടിക്ക് പൊതുവെ ഇങ്ങനെ യാത്ര കാര്യങ്ങൾ താല്പര്യമില്ല. പിന്നെ ഞാൻ ഇന്നലെ കുറേ പറഞ്ഞു, വാവേ എനിക്ക് വയ്യ, വാവേ നീ ഉണ്ണിയും കൂടി പോവുക, എങ്ങനെയെങ്കിലും നിങ്ങൾ ആരും ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ അതിനോട് നടപടിക്കാവുന്നില്ല. പിന്നെ ഞാൻ വയ്യാത്തോടത്ത് ഞാൻ എന്നെ റെഡി ആയിട്ടോ. എനിക്കിങ്ങനെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ദൂരെ യാത്രകളൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് പോയല്ലേ പറ്റൂ. കാരണം നമ്മൾക്ക് ഇതൊക്കെ വലിയൊരു ഇതല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. പിന്നെ ഇവിടെ പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരാളും വേണം. അപ്പോൾ എന്തായാലും പോകുന്ന വഴി കാണിച്ചു തരാം. അപ്പോൾ 10:30ക്കാണ് ട്രെയിന്. അപ്പോൾ രാവിലെ അവൾക്ക് കഴിച്ചത് അങ്ങനെ ഛർദ്ദിച്ചു ഉണ്ണി കേട്ടോ. അപ്പോൾ ഇനി 10:30ക്കാണ് ട്രെയിൻ. അപ്പോൾ ഞങ്ങളിതപ്പോൾ 10:10 ആയിട്ടുണ്ട്. വേഗം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ചുട്ടപ്പനെ എടുത്തിട്ട് പോകാമെന്നൊക്കെ ഉണ്ണി പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു ഇത്രയും ദൂരമല്ലേ, അവൾ ആകെ ടയേർഡാവും, നമുക്ക് ട്രെയിന് പോകാം മമ്മി എന്ന് പറഞ്ഞു കേട്ടോ. 3 മണിക്കാണ് പ്രോഗ്രാം. പിന്നെ അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് റെഡി ആവണം. കാരണം നേരെ അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം, പോവാം നമുക്ക്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ ബാക്ക് ക്യാമറയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ണി റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് അല്ല കേട്ടോ, നമ്മൾ ഡ്രസ്സ് വേറെ എടുത്തിട്ടുണ്ട്. അവളൊരു ബോഡിക്കോൺ ഡ്രസ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ട്രെയിനിലേക്ക് പോകുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ല വെച്ചിട്ട് അവൾ വേറെ ഡ്രസ്സ് ഇട്ടേക്കുക. ഇനി അവിടെ പോയിട്ട് എവിടെയും പോയിട്ട് നമ്മൾ മാറണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോവാം. അപ്പോൾ ഡ്രസ്സ് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അതൊക്കെ അവിടെ പോയിട്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് കൊള്ളാമോ? 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 ശരി, പോവാ, വണ്ടി വന്നു. അപ്പൊ നമ്മള് ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ തരാം. അവിടെ നിന്ന് അങ്ങനെ ഛർദ്ദിച്ച് പോയിട്ടോ. അപ്പൊ വേഗം ഒരു പഴം എടുത്തിട്ട് കഴിക്കുക. ഇടയ്ക്കേന്ന് കഴിച്ചതാണ് ഞാൻ ഛർദ്ദിച്ചു. പിന്നെ ചെറുതായിട്ട് മഴയായിട്ടുണ്ട്. മഴയായിട്ട് പോകുന്നത് ടാസ്ക്കാണ്. കാറിനടിച്ച് ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ അവിടെ ഇറങ്ങിയിട്ടും കുറേ പോകാനൊക്കെ ഉണ്ട്. ഏതോ താജോ എന്തോ ഹോട്ടലൊന്നും താജ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു പേരാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. ഓക്കെ, 10:00 ട്രെയിൻ എന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷിച്ചത് എന്തെങ്കിലും ഉണ്ടോ. ഇത് 10, 5, 8 മണിക്ക് പോകണൊരു ഫീലുണ്ട് കേട്ടോ. അങ്ങനെ മഴയും ഉണ്ടലും ഒന്ന് മാത്രമാണ് അങ്കമാലിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാം ആ ഭാഗത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങാൻ പോയത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ അപ്പുറത്തേക്ക് പോവാണ്. 10:45 ട്രെയിൻ കേട്ടോ. മുടി ഉണങ്ങാത്തതുകൊണ്ടേ ചാപ്രിയുള്ള പോലെ ഉണ്ടല്ലേ. അപ്പം എന്തായാലും പാവം എന്താ ഛർദ്ദിച്ചിട്ട് വെയ്യാണ്ട് നടക്കുക കൊച്ച് സുന്ദരി. എറണാകുളത്തോട്ട് എന്താ ഇപ്പോൾ കുറച്ച് വെയിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോൾ നല്ലൊരു മഴയായിരുന്നു. നമ്മൾ പെയിൻറ്റിൻ്റെ പണി ചെയ്യുമല്ലേ, അത് മഴ വന്നു കഴിഞ്ഞാൽ അതിന് അനുകൂലമല്ല, പ്രതികൂലമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെ എന്താ പറയുക, കോട്ട ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്ക് ഒരു വിഷമം. നമ്മുടെ മതിലല്ലേ, അപ്പം അതുകൊണ്ട് ഓക്കെ. അയ്യോ, 10:45 ട്രെയിന്. 10:30 ഇപ്പോൾ. അതുകൊണ്ട് നന്നായില്ല. 6 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാല് കടഞ്ഞാലും ഉണ്ടാവാണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ അവിടെ. അയ്യോ അമ്മയെ പറയുക കാല് കടയണമെന്ന്. ഇവർ മിണ്ടായിരിക്കും. ഇവരുടെ വയസ്സ് എൻ്റെ വയസ്സ് ഒന്നാ. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം. താങ്ങാൻ ആളുണ്ടാകുമ്പോൾ അവിടെ അങ്ങോട്ട് തളരും അല്ലേ. എത്ര വയസ്സാൽ ഞാൻ താങ്ങുന്നവർക്കറിയാം. അയ്യോ, എത്ര വയസ്സാൽ ഞാൻ താങ്ങുന്നവർക്കറിയാം. അതിപ്പുറത്ത് വാ, നിൽക്കണുണ്ടോ? ഇപ്പുറത്ത് വാ, നിൽക്കണുണ്ടോ?
ജിമ്മിന് പോവും, ഞാൻ വെയിറ്റ് എടുക്കും. അതിലൊന്നല്ലല്ലോ കാര്യം. നടക്കാനും വൈകില്ല, വീണ്ടും പണി ചെയ്യാനും സഹിക്കില്ല. പിന്നെന്താ കാണിച്ചു തരാട്ടോ. നടന്നു പോണുണ്ടോ? ഇതാണ് അവസ്ഥ. എന്നും തന്നെ പണി. അപ്പൊ അത് ചെയ്യാതിരുന്നൂടെ? എന്നും ലെഗ് ചെയ്യും, വയ്യ പറയും. ഇതന്നെ ഇവിടെ ഇന്ന് സ്ഥിരം നടക്കുന്ന. ഇവിടെ ഇരുന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പൊ വരും 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എന്നാ പറഞ്ഞ് കാത്തിരിക്കും. അപ്പൊ നമ്മള് ട്രെയിനിൽ കയറി കേട്ടോ. 10:30 വരുന്ന അവർ പറഞ്ഞ, പക്ഷെ 10:40 സംതിങ് എനിക്കൊക്കെ വന്നു, 42 വന്നു. ട്രെയിൻ കയറി ഇനി 12:30 ആകുമ്പോഴത്തേനും എത്തുന്ന പറഞ്ഞു. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് റെഡി ആവാനൊക്കെ ഉള്ള പോലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡും കഴിച്ച് എന്നിട്ട് റെഡി ആയിട്ടൊക്കെ വേണം വണ്ടി പോവാൻ. എന്താണ് എവിടേക്കും പോവച്ചില്ല, ഇങ്ങനെ ഇരിക്കും പാവം പോലെ. ഇനി തുടങ്ങും ആൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കൊണ്ടുപോകുന്ന വിചാരിക്കുക, പക്ഷെ ആയിരിക്കില്ല, അവളായിരിക്കും വടി കിടന്നുറങ്ങും. അത് സാരില്ല. അപ്പോൾ കുറച്ച് ദൂരം കൊണ്ട് പോകുന്നു കേട്ടോ. എന്താ പറയുക, അതിൻ്റെ ഇടയിലല്ലേ ഒരു ഇയർഫോൺ വന്നിരുന്നു. അപ്പം ഞാൻ 100 രൂപയാണ് ഒരു ഇയർഫോൺ വാങ്ങിച്ചത്. അതെന്താ വെച്ചാൽ എന്തെങ്കിലും നമുക്ക് അതുവരെ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാമല്ലോ നോക്കില്ല. എനിക്ക് ഞാൻ ഇയർഫോൺ വല്ലാതെ യൂസ് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷെ 100 രൂപയാണ് വെച്ചാൽ കുറേ നാൾ ഇട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് ഒരു 100 രൂപയുടെ ഒരു ഇയർഫോൺ വാങ്ങിച്ചത്. അത് പക്ഷേ അതിനിപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അപ്പം ഞാൻ വെറുതെ അത് എടുക്കാൻ വേണ്ടി മറന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ വാങ്ങിയതാണ്. ഇവിടെ പിന്നെ ആൾ ഇയർഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അന്ന് ഫോൺ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച ഇയർഫോണല്ലേ, പക്ഷെ അതിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഈ പപ്പോട് ഇപ്പം തന്നെ പറയുന്നുണ്ട്, പപ്പ വരുമ്പോൾ പപ്പോട് മറ്റേ ബ്ലൂടൂത്തിൻ്റെ എയർപോഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം തന്നെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്താ കാര്യം, പപ്പ പാവം കഴിഞ്ഞ വട്ടം വന്നിട്ട് ഇവള് വേണിച്ചിട്ട് വാങ്ങിയിട്ട് ഇവളത് ഉപയോഗിച്ചില്ല. അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. പപ്പ എപ്പോഴും ചോദിക്കും അതവിടെ അത് ഉപയോഗിക്കണ്ടോ എന്നൊക്കെ. അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ. മുടി അതുകൊണ്ട് ഞാനൊരു ഹെയർ ബാൻഡ് വെറുതെ വെച്ചിരിക്കും. ഒരു ലോട്ടറി എടുക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇത് എങ്ങനെ, ഒരു ടിക്കറ്റിനാണോ? ഒരു ടിക്കറ്റ് 40 രൂപ. എത്ര വേണ്ടി? ഇതിങ്ങനെ ഒരു സെറ്റാണോ? എന്തൊക്കെ അറിയണം? സെറ്റാണോ, ഡബിൾ ആണോ, സിംഗിൾ ആണോ? അപ്പോൾ ഞാൻ എന്തായാലും 6 എടുക്കുന്നുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒരു നല്ലൊരു കാര്യം ചെയ്യാം കേട്ടോ. ചുമ്മാ ലോട്ടറി വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഈ ലോട്ടറി എടുക്കണ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്ക് അതിങ്ങനെ വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ടൊക്കെ അടിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമാണ് കേട്ടോ. അതെന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഓണം ബമ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കാം. അടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല എന്തെങ്കിലും ഒരു കാര്യം പ്രവൃത്തി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും ഒന്നും കൂടി കൂടുതൽ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ശരി. ഇപ്പോൾ നല്ല ഉറക്കാം കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ആളൊന്നും ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ. ട്രെയിനിൽ കയറിയ അപ്പോൾ ഉറങ്ങണം. അത് നിർബന്ധമാണ്.
മിസ്സാക്കാനും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് പോയി എന്തായാലും പിന്നീട് നമുക്കിത് ഒരു ഇത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് എത്ര വയസ്സായാലും എന്തായാലും പോവാന്ന് ഓർത്തു. പിന്നെ എല്ലാവരെയും കാണാമല്ലോ, അതാണ് മെയിൻ. നമ്മളെല്ലാവരും കാണാം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും പോയേക്കാം. ഞാൻ പറഞ്ഞതായിരുന്നു ഇവളുമാർ രണ്ടെണ്ണത്തിനും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആ വാവല്ലേ ഭയങ്കര മടിച്ച് ചെയ്യണം കേട്ടോ. ഈയിടെയായിട്ട് എന്താ വെച്ചാൽ പറഞ്ഞാലും കേട്ടില്ല, പോവില്ല. അവൾക്ക് പൊതുവെ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമില്ല. ഇടയ്ക്കൊക്കെ അവൾ തുള്ളി കളിച്ച് പുറപ്പെടുകയും ചെയ്യും. പക്ഷെ എപ്പോഴും അവളെ പ്രതീക്ഷിക്കേണ്ട. ഇത് ഒന്നോ രണ്ടാൾക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 3 ആളും പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെയിലിൽ നിന്ന് നമുക്ക് മെയിൽ വരികയാണ് കേട്ടോ അത് ചെയ്യാൻ. അവർ നമ്മൾക്ക് ഇങ്ങനെ അപ്പം ഞാൻ 2 മെയിലിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ആൾക്ക് പോവാം, കൂടെ ഒരാൾക്കും കൂടി പോവാം, അങ്ങനെ 3 ആൾക്ക് പോവാം. ഇത് ഒരാളെന്നാണ് കണക്ക്. പക്ഷെ നമ്മൾ ഓരോ ഇതിന്ന് ഇതാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ ഒരാൾക്ക് കൂടി വരാം. അങ്ങനെ നമുക്ക് 3 ആൾക്ക് കൂടി പോവാം. പക്ഷേ രക്ഷ അവൾ വന്നില്ല. എന്നത്തെയും പോലെ തന്നെ അവൾ ഇപ്രാവശ്യം തേച്ചു. അപ്പോൾ വലിയ സമാധാനമൊന്നുമില്ല. മമ്മി സ്ഥലമൊക്കെ അറിയണം കേട്ടോ, 12:30 അലാറം വെക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് ഞാനും ഉറങ്ങില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ സമാധാനത്തിൽ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ. താജ് മലബാർ റിസോർട്ട് ലിവിംഗ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ലിസ്റ്റാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദൂരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ. അവിടെ എന്തായാലും അവിടെ നിന്ന് പോകണം. എല്ലാവർക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേരും കൂടെ കടന്ന് എത്താറാവണേ ഉള്ളൂ. കാല് കടിയുണ്ടോ ചോദിച്ചിട്ടേ മുറിയുന്നുണ്ടായിരുന്നു കാല്. പക്ഷെ അതാണ് അതെ, വേറെ ആരെങ്കിലും ചെത്ത് താഴെ ഇടും. നല്ല കാലടിച്ചുണ്ടായിരുന്നു അവിടെ എനിക്കൊന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ. പക്ഷെ അവൾ ഉണരും വെച്ചിട്ട് ഞാൻ ആ വേദന സഹിച്ച് അങ്ങനെ വെച്ചോണ്ടിരുന്നു. അപ്പൊ അവ എന്നിട്ട് ഓർക്കത്ത് ചാടി എന്നിട്ട് എന്നോട് ചോദിച്ചു കാല് കടിയുണ്ടോ. നല്ലൊരു കടിയുണ്ടായിരുന്നു. 3 മണിക്കൂറായി. അപ്പൊ കടയും നന്നായിട്ട്. പക്ഷെ മക്കൾക്ക് ഒരു ചെറുതായിട്ടൊരു വേദന പോലും വരുത്തിച്ചിട്ട് അമ്മ അത് സഹിക്കൂട്ടാ. ഇത് ഇപ്പൊ വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് കുറെ നേരമായിട്ട് എണീറ്റ് നിൽക്കണം. വണ്ടി ചെമ്മത്ത് ട്രെയിന് നിർത്തണില്ല. എന്താ വെച്ചാൽ സ്ലോ ചെയ്ത് പോകണം. നമ്മളിപ്പോൾ ഇറങ്ങാച്ചിട്ട് എൻ്റെ മുടിയൊക്കെ ഉണ്ടാവും ഇതുപോലെ ഇരിക്കുന്നത്. ഇനി അവിടെ ഇറങ്ങിയിട്ട് വേണമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നനഞ്ഞതുകൊണ്ട് അങ്ങനെ വിടർത്തിയിട്ടതാണ്. അപ്പോൾ അത് വണ്ടി നിർത്തുന്നില്ല ഗൈസ്. ഫൈനലി നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി എവിടേക്കോ? ഇനി അവൾക്ക് മാമു വേണത്തില്ല, മാമു വാങ്ങിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് റെഡി ആവാനുള്ളൊരു ഓപ്ഷൻ കണ്ടെത്തണം. ഏതെങ്കിലും തുണിക്കടയിൽ പോയിട്ട് തന്നെ ചോദിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടുമോ നോക്കാം. സ്ഥലമൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ എല്ലാം അറിയുന്നവരും പോകുന്നുണ്ട്. നമുക്ക് സ്ഥലമൊന്നും അറിയില്ല. മുന്നേ കുട എടുക്കായിരുന്നില്ലേ? എന്നപ്പോൾ തലവേദനിച്ചിരുന്നപ്പോൾ ഒരു വഴിയോ വെയിലാട്ടോ. നേരെ അങ്ങോട്ട് ഞാൻ പോട്ടെ. ഇങ്ങോട്ട് തന്നെയാണോ പുറത്തേക്ക് പോകുന്ന വഴി? ഞാൻ അങ്ങോട്ട് നടക്കാൻ വെച്ചാൽ എൻ്റെ പുറകെ വരുന്നുണ്ട് അവള്. നമ്മൾ മെല്ലെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഹോട്ടലിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അവരോടൊന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ട്രെയിനിൽ വരണോണ്ടേ അവിടെ നിന്ന് തന്നെ ഒക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആകെ പിന്നെ അവിടെ ഒരു ബോഡിക്കോൺ ഡ്രസ്സൊക്കെയല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ട്രെയിനിലേക്ക് വരുന്നത് ടാസ്ക്കാണ്. ഓക്കെ, അപ്പം എന്തെല്ലാം ഇവിടെ എത്തി. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. 10 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് വിശക്കണമെന്നില്ല, പക്ഷെ ഉണ്ണിക്ക് വിശക്കേണ്ടത്. അത് രാവിലെ കഴിച്ചത് അങ്ങനെ ഛർദ്ദിച്ച് പോകും. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടാവും, അവിടെ ഇങ്ങനെ ബൊഫെ പോലെ ഫുഡൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വൈകുന്നേരത്തേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ കുട്ടി ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്നലെ മമ്മി എന്ത് പാട്ടാ പഠിത്തന്ന് റീൽസ് എടുത്തിട്ട് വരുമ്പോൾ സ്നാപ്പ് എടുത്തില്ല. എന്നിട്ട് അതെന്ത് പാട്ടായിരുന്നു? നമ്മൾ ഒരു
ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഇതിൽ തൊട്ടപ്പം തന്നെയാണ് സുഖം. അപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പോൾ ഉണ്ണി വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവൾ വന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പ്ലേറ്റ് മാത്രം വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് വന്നിട്ട് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ലൊക്കേഷനിൽ അല്ല, നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ ഇവിടെ പറയണ്ടേ, ഞാൻ ഇവിടെ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പം അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷെസ്വാ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വിശക്കുന്നുണ്ട്, പക്ഷെ ചൂട് കാരണം കഴിക്കാനും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് പോകാൻ റെഡിയായിട്ട് പോവാം. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി 3 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം. 4 മണിക്ക് ശേഷം അവിടെ എൻട്രി ഇല്ല. ഇത് എറണാകുളം സ്റ്റുഡിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റെഡി ആയിട്ട് ഞാൻ കൂടി കെട്ടി വെച്ചിരിക്കാം. ഓട്ടോയിൽ പോകുമ്പോഴേക്ക് മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പറക്കാൻ വേണ്ടി തുടങ്ങി. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേനും അവര് സമ്മതിച്ചു കേട്ടോ. നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നമ്മളൊരു ടോപ്പ് എടുത്തു, പക്ഷെ അവർ സമ്മതിച്ചു. നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും ദൂരത്തിന് വരുമ്പോൾ ഹെൽമെറ്റ് ചെറുതൊക്കെ ഹെൽമെറ്റ് ചെയ്തൊക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് അവിടെ കുറച്ച് ഒരു 4 നമ്മൾ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ആ ഹോട്ടലിലോട്ട്. അപ്പോൾ 3 മണി കഴിഞ്ഞു. നമ്മളങ്ങോട്ട് പോവാണ്. 3 മണിക്കാണ് ഇവൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേനും 3:30 ആവും. പക്ഷേ റിലാക്സ് ആയിട്ടാണ് നമ്മൾ വന്നതിലുണ്ടെങ്കിൽ കുറേ ടൈം കിട്ടി. നമുക്ക് 1 മണിയാകുമ്പോഴത്തേനും എനിക്ക് കുറച്ച് സമയം എൻ്റെ ഒരു അംഗം നോക്കി. അപ്പോൾ അവിടെ ഇറങ്ങി അതായത് ഇവിടെ ചീപ്പ് എടുക്കാനും മറന്നിരിക്കുക. ഞാനാണെങ്കിൽ രാവിലെ നനച്ചിട്ട് കര നനച്ചിട്ട് മുരിഞ്ഞ കോലി പോലിട്ട് മൂടിയൊക്കെ ഇനി ചീപ്പ് കിട്ടിയില്ല. തുണിയൊരു ചീപ്പില്ല. പിന്നെന്താ ചെയ്യുക? അപ്പോൾ ഞാൻ വെറുതെ കൈ കൊണ്ടു റെഡിയാക്കിയിട്ടതാട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ കണ്ടില്ലേ? അവിടെ ചെന്നിട്ടോടൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓട്ടോയിൽ ഇരുന്നിട്ട് മുടി രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പാറി പോകുന്നുണ്ടായിരുന്നത്. ഇവിടെ ചീപ്പ് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ചീപ്പ് വാങ്ങിയിട്ടൊന്ന് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു സ്റ്റുഡിയോന്നൊരു ടോപ്പ് എടുത്തത്. അതും ഇപ്പോൾ താങ്ങി വലിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായി. ഇവള് പറഞ്ഞു അത് ഇട്ട് നോക്കിയാൽ നല്ല രസമുണ്ട് മമ്മി, ഇത് എടുത്തു തരുമോ ചോദിച്ചു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടുത്തു. വാക്കുട്ടിക്ക് ഇഷ്ടമാവും കേട്ടോ. കാരണം വാക്കുട്ടിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരി. ഇവിടെ ബ്ലോഗറാണോ? എവിടെ എൻ്റെ മമ്മിയോട്? എന്താണ് കാണിക്കുന്നത്? അയ്യോ വീഡിയോ ഉണ്ടല്ലേ. സ്നേഹപ്രകടനമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട് സ്നേഹപ്രകടനം. ഇല്ലെങ്കിൽ ഫോണിൽ കൂടെ പ്രകടനം. ഇതിപ്പോ നേരിട്ട് കുറച്ചു നേരം കാണണല്ലോ ഭഗവാനെ. അപ്പൊ നമ്മളിവിടെ പുറത്ത് നിൽക്കാം കേട്ടോ. കുറേ പേരുണ്ട്. മറ്റേ നമ്മുടെ കല്യാണിക്കുട്ടി വേറെ ആരോ വന്നിട്ടുണ്ട്, ഇച്ചിരി വിളിക്കാൻ പോയിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് പിടി ഇങ്ങോട്ട് വലിയൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ. വന്ന ഉടനെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടുള്ള ആരുണ്ടായിരുന്നില്ല. വന്ന ഉടനെ ഞാനിത് വന്ന ഉടനെ പരിചയമുള്ള അങ്ങനെ ആരുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു നമ്മുടെ കൂട്ടം. പിന്നെ അങ്ങോട്ടും കൂടെ ഓരോ പിന്നെ അങ്ങോട്ടും കൂടെ പിടി വലിയ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുടി നിൽക്കണുണ്ടോ നിങ്ങള്? ഇതാണല്ലോ നമ്മൾ ഫ്രീ ഹെയർ ഇടാനൊരു
ഫോട്ടോ എടുക്കാത്ത കാരണം ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വന്നു. ക്രിയേറ്റർ എന്നാണ് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇതിന് ഒരാൾക്കാണ് കയറാൻ പറ്റും. എന്റെ പിടിപാട് ഇത് ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ല, എന്റെ പിടിപാട് വെച്ചിട്ട് ഞാൻ കയറിയിട്ടോ. വേറെ ആരും കേട്ടിട്ടില്ല. ബാക്കി എന്തായാലും അപ്പോൾ ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഐ മീൻ സ്നാക്സ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ഇൻ. ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കല്ല, ഉള്ളിലെല്ലാവരും കയറുന്നുണ്ട്. നമ്മളോട് കയറാൻ പറയുന്നത് നമ്മൾ കയറാതെ നിൽക്കട്ടോ. ഇവരൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് അല്ലേ? ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്. കിട്ടിയ ചാൻസ് അല്ലേ? അതെ അതെ. കയ്യോടെ പിടി ഒരു മിനിറ്റ്. കയ്യോടെ പിടി എങ്ങോട്ടാ പോകുന്നത്? അറിയാതെ പിടിച്ചതല്ലേ, അതുകൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? കട്ട് എന്നെ കട്ടടിച്ച് നടക്കുമല്ലേ? കട്ടടിച്ച് കണ്ടില്ല മോനെ. കണ്ണ് കാണത്തില്ല. അതെ പൊക്കോട്ടാ. പോവണ്ടേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് ഉണ്ണി അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാന്നോട്ട് നിന്നതാട്ടോ. പക്ഷെ അപ്പോഴത്തേനും ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാം. ഇങ്ങനെ ആക്കിക്കോ വരില്ല. എപ്പോ പോണം ചോദിച്ചാവല്ലേ? ഹായ്. അതെ, എടാ ഹായ്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം കല്യാണിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 5 രൂപ തരേ കൊടുക്കൂല. ഓക്കെ, അവരെല്ലാരും ഉണ്ട്. ഇനി ഉള്ളിലോട്ട് എല്ലാരും പോയി. ഞാൻ നിൽക്കുന്നത് അൾട്ടിമേറ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിന് മുന്നിലാണ്. എന്റെ ഒരു വിഷ്വലൈസേഷൻ പാർട്ടും കൂടിയാണിത്. സോ എല്ലാ പ്രാവശ്യവും എനിക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കൊടയും മടിയും ക്യാമറയും കൊണ്ട് ഇറങ്ങുമ്പോ രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ഒരു ദിവസം ഇറങ്ങും, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ നിങ്ങളുടെ ഈ കൺസിസ്റ്റൻസിക്ക് കൊടുക്കണം നല്ലൊരു കൈയടി. എന്താ പറയുക, ഹയസ്റ്റ് ഓർഡർ ടാലന്റഡ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാത്തിന്റെയും ബൗണ്ടറീസ് തന്നെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ടാലന്റഡ് പീപ്പിൾ ആണ്. ആൻഡ് ഓൾസോ ഫ്രം ട്രിവാൻഡ്രം. ആൻഡ് ഐ ആം സോ ഹാപ്പി ടു സീ കുറേ വ്ളോഗേഴ്സിനെ ട്രിവാൻഡ്രത്തിൽ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഐ ഫീൽ സോ പ്രൗഡ്. വെൽ, നമുക്കറിയാം 2005 ഞാൻ ജനിച്ച ഒരു വർഷം Steve and Carrie, and they started it. എന്തിനാണ് അവർ തുടങ്ങിയത്? So that people get a platform to say anything to the world, right? From there, it's billions of content and people around the world able to do that, okay? And can we just have a huge round? But I'll tell you how you have to clap. എന്റെ കൈ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ കൈ കൊട്ടും, പക്ഷേ അതുപോലെ എല്ലാവരും ടാസ്ക് ആണ് കേട്ടോ, ഒരു ഗെയിമാണ്. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് മിക്സ് ആണ്. നമ്മൾ ഒരു കളറിലും ഇതെല്ലാം നമ്മൾ മിക്സ് ആയിട്ട് ഫസ്റ്റ് കേട്ടോ കേട്ടാ. ഞാൻ കൊള്ളാക്കാനാണ്, സോറി. ഉണ്ണി പൊളിക്കണട്ടാ. മമ്മി എടുക്കുന്നില്ലേ? ഇതിന് നമ്മള് ക്ലേ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുമല്ലേ, അപ്പൊ ഇതിന് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് ക്ലേ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയുന്നത്. കല്യാണം പോകുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ തകർക്കും. ഞാൻ ആദ്യം
ആ എന്റെ കുട്ടി എടുത്ത് കിട്ടിയോ? ഇത് മമ്മി വല്ല പായസം പോലെ വല്ല പായസം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. താജ്മഹൽ പണിയും ഉണ്ണീനെ കാണാൻ കേട്ടോ. ഇവിടെ ഇത്രയും തിരക്കാണ്. ഇവിടെ എല്ലാവരും ഉണ്ണീനെ മാത്രം കാണാൻ, കല്യാണിനെയും കാണാൻ. ഇവിടെയൊക്കെ ഞാൻ ഇതൊക്കെ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും പണി ശരിട്ട് കൊടുക്കെന്തേലും. സീറ്റിൽ പോയിരുന്നോ? സീറ്റിൽ പോയിരുന്നോ? ഇവിടെ ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആണ്. ഒരു സ്മൈലി വരും. ടൈം കിട്ടിയവരല്ല ഒന്ന് സീറ്റിൽ പോയിരുന്നോ? മോളുടെ കാണിക്ക്. ഇവിടെ ഇടിയാണോ നടക്കാണോ? ഒന്ന് സീറ്റിൽ പോയിരുന്നോ? എങ്ങനെ ചേട്ടാ ഓപ്പൺ അതേടാ നമുക്കും നമ്മളെ ഇവരെല്ലാരും കൂടി ഇടിച്ചു കൊല്ലും. നിങ്ങൾ സീറ്റിൽ പോയിരിക്കോ? ടൈം കിട്ടിയാ ഇല്ലേ? എല്ലാം ഒരു കളർ എടുത്ത് എന്താ സ്ലൈം കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ശരിപ്പോ ഞാൻ ചേട്ടത്തോട് കൊടുക്കും. പോകുമ്പോഴേ Can you all please go to your seats? ആ ചേട്ടത്തോട് കൊടുക്കും. അതിലെന്തോ Okay guys, the time is over almost. കൊടുക്ക് വേഗം. എല്ലാരും ഒന്ന് സീറ്റിൽ വന്നിരിക്കോ. നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ ഓക്കെ ഗൈസ്, അവിടെ ഒരു ഫൺ ഗെയിം ആയിരുന്നു ഗൈസ്. ഞാൻ ഗൈസ് ഇവിടെ സ്മൈലി ഉണ്ട്. അത് മിക്സർ എല്ലാം കൂടി ഗൈസ്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാനൊരു ഹായ് നല്ല ഫോൺ കേസ്. എന്റെ പഴയ ഫോൺ ഏതാ ഫോൺ? 13 Pro ആണോ? 15 Pro Max. 13 Pro ഒക്കെ അടിച്ചു പോകും. ഞാൻ തൽക്കാലത്തേക്ക് തന്നെ ഞങ്ങളെ കാണുമ്പോ മറക്കുവോ? ഇല്ല, ചാനലിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ചാനലിന്റെ പേരെന്തായിരുന്നു? ഉണ്ണിബാബ ബ്ലോഗ്സ്. 3 വട്ടം നിനക്ക് പറഞ്ഞു. ഉണ്ണിബാബ ബ്ലോഗ്സ്. ആ പേര് ഉണ്ണിബാബ ബ്ലോഗ്സ്. ഞങ്ങൾ അതിനെ കുറിച്ച് അതെ, സിമ്പിൾ അല്ലായിരുന്നു കാണാൻ. അവരൊക്കെ ഞങ്ങൾ നല്ല കൂട്ടാ. നീ മാത്രമേ മറക്കുന്നുള്ളൂ. എനിക്കറിയാം, സിമ്പിൾ ബാബ ബ്ലോഗ്സ്. അല്ല, നീ മാത്രം ഞങ്ങളെ ബാബ ഉണ്ണി ബ്ലോഗ്സ്. ഉണ്ണിബാബ ബ്ലോഗ്സ്. മോൾക്ക് നമ്മളെ മറക്കണില്ലല്ലോ. ഇവന് മാത്രമേ പറ ഉണ്ണിബാബ ബ്ലോഗ്സ്. ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കില്ലേ, അവരെപ്പോഴോ നമ്മളറിയാം. നീ മാത്രമേ മറക്കൂ. എനിക്കറിയാം, അത് ഗ്രാമർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എനിക്ക്. അത് കൊണ്ടുപോയാണ്. അടിയടാ ഹൈഫൈ. എന്റെ ഒരു കൈ വെറുതെ ഹൈഫൈ വേസ്റ്റ് ആയത്. ഓക്കേടാ, ബൈ. അടുത്തോടെ നടന്ന് നിന്നെ കൊല്ലും ഞാൻ. ഇല്ലല്ല, പറക്കൂല. ഉണ്ണിബാബ 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 ഉണ്ണിബോയിന് മറന്നിട്ട് ഓർത്ത് തരുന്നത് ഞങ്ങളെ മറക്കരുത്. ഇല്ലല്ല, പറക്കൂല. കേട്ടാ, അത് പോട്ടേന്നാ ബൈട്ടാ. മോളൊരു ഹായ് പറഞ്ഞേടാ. ഒരു ഹായ് പറഞ്ഞേ. മോളൊരു ഹായ് പറഞ്ഞേ. ഉണ്ണി ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾ ഉമ്മ കൊടുക്കണില്ലേ? ഇത്ര നേരം എന്തായിരുന്നു? അതെ, ഈ അങ്ങോട്ടും ഉമ്മ കൊടുക്കണില്ലേ? അത് സാരൊന്നുമില്ല, ഒന്ന് കൊടുത്തോ. ഞാൻ പറയട്ടെ, എനിക്ക് അവന് കാണണ്ടേ. ആ അല്ല, അത് എന്തിനാന്നും കൂടെ അറിയാലോ. ഹായ് ഹായ് പറയൂ. ഇതാണ് ആരെങ്കിലും അപ്പുക്കുട്ടാൻ ചോദിച്ചാൽ എന്താന്നേ ചോദിക്കത്തുള്ളൂ. ഇവിടെ വിളിച്ചപ്പോ അപ്പുക്കുട്ട എന്തോ അപ്പുക്കുട്ട കാണാൻ. ഈ ചേച്ചി, ചേച്ചിയുടെ പേരെന്തുവാ? ചേച്ചിയുടെ പേരെന്തുവാ? ഉണ്ണി. അവനറിയില്ല, അറിയില്ല, എന്നെ കണ്ടിട്ടില്ലേ? എവിടെ കണ്ടിട്ടുള്ളത്? യൂട്യൂബില് കണ്ടിട്ടുണ്ടോ? അപ്പുക്കുട്ടൻ വീഡിയോയില് കണ്ണിക്കാട്ടില് നേരിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ആ മനുഷ്യന്മാരല്ലേന്ന് ഡയലോഗ് ഒന്ന് പറയാവോ? മനുഷ്യന്മാര് അതൊന്ന് പറയുന്നോ? അപ്പൊ സ്നേഹിച്ചൊന്നൊക്കെ ഇരിക്കും. അങ്ങനെയല്ല, കൊച്ചു പറയട്ടെ. ആ പറഞ്ഞു. മനുഷ്യന്മാരല്ലേ? ആ ബാക്കി അപ്പൊ അത്രേ ഉള്ളൂ. പോവാണ് കേട്ടോ. എനിക്ക് കൊറേ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഒക്കെ കിട്ടി. അതെല്ലാം കൂടെ പാക്ക് ചെയ്തോണ്ട് നമ്മൾ ഇറങ്ങുകയാണ്.
അപ്പൊ അത്രേ ഉള്ളൂ. അല്ല എന്നൊക്കെ നിങ്ങൾ പറയും എന്താ പ്രൊമോഷന്റെ സാധനങ്ങള് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന്. അത്രയും അടിപൊളി ആയതുകൊണ്ട് നമ്മളെ കയ്യിലുള്ളത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. നല്ല സാധനം അന്ന് വന്നപ്പോ ഒരെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നമ്മൾക്ക് പ്രൊമോഷൻ ആയിട്ട് വന്നപ്പോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് കൊടുത്താ കേട്ടോ. നല്ല ഷെയ്ഡാണ് മാമാർത്തിന്റെ ഫൗണ്ടേഷൻസ് എല്ലാം. അപ്പൊ ടാറ്റ അവിടെ എല്ലാവരും പോകാൻ നോക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ തന്നെ 7:30 ആയിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ ഗൂഢാലോചനയാണ് എങ്ങനെ പോകുന്നത്. ഇവരൊക്കെ വണ്ടിയും കൊണ്ട് വന്നതാണ്. അപ്പൊ ഇവരൊക്കെ ആ വഴി ആണെങ്കിൽ നമ്മൾ അങ്ങനെ പോകും. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എന്റെ വാവയുടെ അടുത്ത് എത്തും ഇല്ലേ? ഞങ്ങളോട് വരണേ പോലെ ഞാൻ ആലുവ വഴിയാ പോണേ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കും ഞാൻ. ആലുവ പോരാ, നമ്മൾ ആ വഴിയാ പോകുന്നേ. അതെ, ഈ എന്നെ കൊല്ലത്തോട്ട് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോട്ടെ? വേണ്ട, പറച്ചിട്ട് മാത്രമേ ഉള്ളൂ. വരും ഒരു ദിവസം പോകും ഞാൻ. ബൈ സ്നേഹപ്രകടനമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട സ്നേഹപ്രകടനം. ഇല്ലെങ്കിൽ ഫോണിൽ കൂടെ പ്രകടനം. ഇതിപ്പോ നേരിട്ട് കുറച്ചേരം കാണണല്ലോ ഭഗവാന്. അപ്പൊ നമ്മള് ഇവിടെ ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമയം 10:40 രാത്രി. കാരണം ഇതുവരെ ട്രെയിനുള്ളൂ കേട്ടോ. ഒരു 5 മണിക്ക് ശേഷം ഒറ്റപ്പാലത്തേക്ക് ട്രെയിനുകളില്ല. പിന്നെ രാത്രി 12:45 ട്രെയിനുള്ളത്. രാത്രി 12:45 ട്രെയിനുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഷൊർണൂർക്ക് വന്നിട്ട് നമ്മുടെ ഓട്ടോ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് ഇതെന്തായാലും സംഭവിച്ചാൽ അത് അവിടെ അതിൻ്റെ മുകളിൽ കൂടെ കോട്ടിട്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് പോകണം. എൻ്റെ പുറകെ ഇവിടെ വരുന്നുണ്ട്. ഇതിന് പോയി പുറത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോണതിന് പുറകെ അവളും വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. പക്ഷെ വേറെ വഴിയില്ല. അതെയോ? ആ സാരില്ല, പോട്ടെ. കൈ പിടിച്ച് നടന്നു. വരുമ്പോൾ തന്നെ പറഞ്ഞു അത് പൊട്ടുമെന്ന്. പൊട്ടി. ഈ പുറത്തേക്ക് ഇതിന് പോവാന്ന്. അതിന് പോവാം. ഓക്കെ, കുട്ടി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അവള് വരാത്ത നന്നായി. എന്താ വെച്ചാ വലിക്കുലിക്കായി പോയിട്ട് വയ്യാണ്ടായി. എല്ലാവരും കണ്ടു, അതൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ മദ്യമായിട്ടോ. എന്താ വെച്ചാ ഇവിടുന്ന് യാത്ര, ട്രെയിനിൽ യാത്ര, അവിടെ ഇറങ്ങിയിട്ട് യാത്ര, പിന്നെ ഇങ്ങോട്ട് സീറ്റും കിട്ടില്ല. പിന്നെ ടീച്ചർമാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അതൊരു റിസ്ക്. അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടാട്ടോ സമ്മാനം. നമുക്ക് ഇതുണ്ടോ യൂട്യൂബ് എന്തോ ഒരു സമ്മാനമൊക്കെ തന്നിട്ടുണ്ട്. അതെന്താ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കാര്യം അറിയണോ? ഇവളിന് ഞാൻ വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഇവളിനെ ഷോർട്സ് ഒരു മിനിറ്റ് പറയുന്നുണ്ട്. സകല കാര്യങ്ങൾ നമ്മുടെ പറയാൻ വേണ്ടി പോവാണ്. ഇന്നെ കൊണ്ടവാ പറയും. ഇതിനാണോ? ഇന്നെ കൊണ്ടവാ പറയും. എന്നിട്ട് ഇവളെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഞാൻ അറിയുന്ന ഞങ്ങൾക്ക്. ഈ ഷൊർണൂർ, അതിൻ്റെ മുടിയൊന്ന് മാറ്റി കൂട്ടി. ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഞാൻ ഇവളെയും കൊണ്ട് നടക്കും. ഇവളെ എന്നെ പിടിച്ചിരിക്കുന്നത്. ഇവള് 1:30 ഈ ജിമ്മിന് പോയിട്ട് അയ്യോ ശ്വാസം മുട്ടുന്നു. പിന്നെ പറയാട്ടോ. നമ്മൾ പുറത്തേക്ക് താണ്ടിയിട്ടുണ്ട്. പുറത്തേക്ക് കടന്നിട്ടുണ്ട്. നമ്മളിതവിടെ ഓട്ടോ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകുന്നതിനേക്കാളും സേഫ് നമ്മളെ നാട്ടിലുള്ള വണ്ടികൾ വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അയ്യോ ശ്വാസം മുട്ടുന്നു. ഇവിടെ നിന്നൊക്കെ വിളിച്ച് പോകുന്നതിനേക്കാളും സേഫ് നമ്മളെ നാട്ടിലുള്ള വണ്ടികൾ വരാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ കുറേ ഓട്ടോ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് നമ്മളുടെ ആ കുട്ടി വന്നിട്ടുണ്ടോ എന്നൊന്ന് വിളിച്ച് വേണ്ടി ചോദിക്കണം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങിയ സമയമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ 10:40 ആയാലും റോഡിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കും. ഹലോ, നമ്മളങ്ങനെ നമ്മുടെ ഭവനം പിടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ഭവനം എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവങ്ങളെ ഒന്നും പറയണ്ട. നമ്മൾക്ക് നമ്മുടെ യൂട്യൂബ് ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാട്ടോ എനിക്ക്. ഇങ്ങനെ യൂട്യൂബിൻ്റെ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ പോയതൊക്കെ കണ്ടോ, അവിടെ കുറേ ട്രോഫീസ് ഇരിക്കുന്നതൊക്കെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വേറെ ആൾക്കാരിങ്ങനെ നമ്മളതിനെയൊക്കെ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് തരുന്നതാണ്. പക്ഷെ ഇത് യൂട്യൂബ് വിളിച്ചിട്ട് തരുന്നത് അതിനൊരു വേറൊരു വൈബാ.
ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിതിൽ എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഞങ്ങളിത് കണ്ടിട്ടില്ല. കണ്ടത് ഇങ്ങനത്തെ ഒരു കാർഡാട്ടോ, ക്രിയേറ്റർ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ ഒരു മെയിൽ തന്നെയാണ് കേട്ടോ നമ്മൾക്ക് അയച്ചിരിക്കുന്നത്. അതിൽ എഴുതിയേക്കുന്നത് എന്താ വെച്ചാൽ, ഡിയർ ക്രിയേറ്റർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ്. ഇതിങ്ങനെയാണ് കേട്ടോ ഇതിൽ എഴുതിയേക്കുന്നത്. നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. ഞാൻ വായിച്ചപ്പോൾ അത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോട് വായിക്കാമല്ലോ. ഓക്കെ, എൻ്റെ ചെറുതുണ്ട് കേട്ടോ ഇവിടെ. സമ്മാനം കൊണ്ടുവന്നുണ്ട്. എൻ്റെ ഡയറി മിൽക്ക് ഓറിയോ ഇവിടെ. ചെറുതിനുണ്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാ എക്സ്പ്രഷൻ ഇട്. ഇങ്ങനെയാണ് എക്സ്പ്രഷൻ. തലയൊക്കെ ഉണ്ട്. ചാവം കിടക്കുമ്പോ എങ്ങി വലിക്കണം. എന്ത് എക്സ്പ്രഷൻ ഉണ്ണി അത് എങ്ങനത്തെ ഒരു ഡ്രസ് അടി വാവേ. ഇങ്ങനെ ഇടുന്ന ഡ്രസ്സാണ് ഇത്. മറക്കി അങ്ങനെ തന്നെ, അങ്ങനെ ഇട്. അങ്ങനെ ആ ചെറുത് എന്താ സാധനം. ചെറുതിന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. ഹായ്, ഞാൻ ഇതിനകത്തുള്ള സാധനം ഇതാണ് കേട്ടോ. ബ്ലൂടൂത്ത് സ്പീക്കറോ? ഇതെന്ത് സാധനം എന്നറിയില്ല. ഇതിന്റെ അടിയിൽ കൂടെ എന്ത് സാധനം അറിയില്ല. ഇത് വെക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ഇതാണ് യൂട്യൂബിന്റെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത് ഞാൻ നിങ്ങളോടാ പറയേണ്ടത്. നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, മുടിയൊക്കെ വാവേ, ഒന്നും പറയണ്ട വാവേ. കാണിക്കുന്നേരം. പിന്നെ ഇതിലൊരു ചാർജറുണ്ട്. ലേറ്റ് എത്തും. അപ്പോ ഇതെന്റെ വിവോ ഫോണിന് പറ്റും തോന്നുന്ന സാധനം. വേണ്ട, ഇതെന്താ ചെയ്യേണ്ടത്? എവിടെ കുത്തേണ്ടത്? മമ്മി അതിപ്പോ കുത്തണ്ട. ആദ്യം മമ്മി ഇതൊന്ന് കുത്ത്. ചിലപ്പോ എവിടെ കുത്തുന്നത്? ഇതൊന്നും അഴിക്കോ? ഇതെന്തിനാ ഇപ്പൊ കവർന്ന് എടുക്കുന്നേ? അത് കുത്തി വെക്കാനുള്ളതാണ്. ഹായ്, അതെനിക്ക് തരുമോ? ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ യൂട്യൂബിലുള്ളതുകൊണ്ടല്ലോ ചോദിക്കാതെ. ഇത് നല്ല രസമുണ്ട്. യൂട്യൂബറാണ് വാ വാ പറയുമ്പോ അതെ യൂട്യൂബർ വാ വാ പോണോ പറയാ. രസമുണ്ടല്ലേ? ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാ. പൊട്ടിച്ചാ? ഇല്ലില്ല, ഇതൊക്കെ ഇതിനകത്തേക്ക് എന്തൊക്കെയാ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് എന്താ സംഭവം നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഈ സാധനം. ഇതൊന്ന് എടുക്കാൻ ബാബ പറയുന്നത്. ഞാൻ അതിൽ വെച്ച് കാണിച്ചു തരാം. എവിടെ പിടിക്ക്. യൂട്യൂബർ വാവ അത് സെലക്ട് ചെയ്യുന്നുണ്ട്. അല്ല സോറി, സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവൾക്ക് ഇതിന് ചെറുപ്പം തൊട്ട് ഇതിന് ഉടുക്കത്തെ ബുദ്ധി കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചത് ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ കുട്ടീന്റെ തല ഇവിടെ ഒന്നും വെക്കേണ്ടതല്ല. അറിയോ നിങ്ങക്ക്? വെച്ചു. ഈ രണ്ട് സ്റ്റാൻഡ് എന്തിനാ? അതതിന്റെ ഇടയിൽ കൂടെ കുത്തിവെക്കാനാ? യൂട്യൂബർ വാവേ. ഏയ് അതല്ല വാവേ. വാവേ, നീ നാണം കെടുത്തണ്ട വാവേ. ഞാൻ നിനക്ക് എന്തൊക്കെയാ അറിയുന്ന ഇവിടെ പറഞ്ഞു പോയി വാവേ. ഏയ് നാളെ വാവാ ബാഗ് കൊണ്ട് പോകുമ്പോ അതാ യൂട്യൂബർ വാവ പോണോന്ന് പറഞ്ഞു. എങ്ങനെ? അങ്ങനെ എങ്ങനെയാണ് ഇത്? ഈ ഗ്ലാസ്സിൽ ഇത് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ഇനി പുഴക്കും അങ്ങോട്ട് വാവേ. ഈ പൊട്ടത്തരം കാട്ടണില്ല, അതിലുണ്ട് കേട്ടാ. ഇതിന്റെ ഷോർട്സ് നമ്മൾ എവിടെയെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് കാണിച്ചു തരാം. അല്ല, ഇത് വാങ്ങിട്ട് പോയവരും അങ്ങനെയും വെക്കും. അവരടുത്തൊരു വീഡിയോ എടുത്ത് അയക്കാൻ പറയാ. എല്ലാവർക്കും ഇത് തന്നെയല്ലേ? ചെലപ്പോ ഇത് നമുക്കില്ലേ ഇതില് വെക്കുന്നതിന് ഇതിലെന്തിനാ ഓൺ ചെയ്യേണ്ട സാധനം എന്നൊക്കെ ഞാൻ ആലോചിക്കണേ. അതിനല്ലേ ചാർജർ വാവേ. ലൈറ്റ് ലൈറ്റ് ഉണ്ട് അതിനകത്ത്. കുത്താൻ പറ്റും. വാവേ, ഇതിനകത്ത് കൂടെ ലൈറ്റ് കത്തും. കണ്ടു. എന്ത് ഗൈസ്, നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ഞാനും കണ്ടോ ഹോളേ. നമ്മൾ കുത്താൻ പോണം. അതിപ്പോ ഞാനും
ഇത് ഓൺ ചെയ്താൽ എന്താ ഉപയോഗം? നമുക്കിത് സാധനം വെച്ചതാ ഇവിടെ. നമുക്ക് കിട്ടി ഗൈസ്. നമ്മൾ ഇതിങ്ങനെ വെക്കുക. ഇവിടെ അപ്പപ്പ എനിക്കൊരു ആഗ്രഹം തരൂ കേട്ടോ ആശ. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഓൺ ചെയ്യുക. ചാർജ് ചെയ്യണം ഗൈസ്, എന്നാലേ ഇത് വർക്കാവുള്ളൂ. ഇത് എന്തിനാന്ന് അപ്പോൾ നമുക്കറിയില്ല. ഇതെന്താ വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ കഴുത്തിനിട്ട് ഇങ്ങനെ വലിക്കാൻ. നമ്മളിത് ഒന്ന് കുത്തട്ടെ കേട്ടോ. നിക്കട്ടാ, ഞാനിതൊന്നും നിക്ക്. ഞാനിതില്ലേ ഇതത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ഇത് എന്താ ചെയ്യണത്, ഞാൻ എന്താ സംഭവം നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സി യു. പാകുട്ടിക്ക് ഭയങ്കര ഇഷ്ടാവട്ടെ ഇങ്ങനുള്ളത്. അത് കേട്ടിട്ടുണ്ട്. അത് സിലായില് ബിലായി പണ്ട് ക്ലേന് പൊട്ടു അത് ഷോക്കേസിലേക്ക് നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയതാ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ കൊത്തച്ചണം. ഭാവിയിൽ കാണിക്കാത്ത വേറെ ഒന്നല്ലേട്ടാ, കുട്ടി സ്കിൻ കെയർ ചെയ്തിട്ട് കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത് ക്ലേ ആണ് കേട്ടോ. നമ്മുടെ ഉണ്ണി അവിടെ സ്ലൈം ക്ലേ അല്ല. കണ്ടോ, ഈ സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഒളിക്കി വെക്കുക. അങ്ങനെ ഫെസിലിറ്റിയാണ് സാധനം ഞാൻ വെച്ചു. അപ്പൊ എന്തായാലും ഇത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് നമ്മൾക്ക് നമ്മളുടെ യൂട്യൂബ് ക്രിയേറ്റീവ് ഇത് മറ്റേ ക്രിയേറ്റർ കളക്റ്റീവ് യൂട്യൂബ് തന്നതാണ്. അപ്പൊ എന്തായാലും ഇതോടെ കിടക്കട്ടെ.